ഹലോ, എല്ലാവർക്കും കുട്ടൂസ് വൈബ് എന്ന ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ എങ്ങനെ ശിവരാത്രി ആഘോഷിച്ചു എന്നതാണ്. അപ്പോൾ വൈകുന്നേരം കുളിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെ പൂജാറൂമിൽ ചെന്ന് ഐശ്വര്യമായിട്ട് ശിവന് വിളക്കൊക്കെ കത്തിച്ച് മനസ്സിലുള്ളതൊക്കെ ശിവനോട് പറഞ്ഞ് എല്ലാവരെയും കാത്തോളിനെ തമ്പായി എന്ന് ചോദിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അമ്മായിയമ്മ വന്ന് ചോദിച്ചു, നമുക്ക് അമ്പലത്തിൽ പോയാലോ എന്ന്. പുള്ളിക്കാരി രാവിലെ മുതൽ കുറേ അമ്പലത്തിൽ പോയി വന്നതാണ്. പിന്നെ വീണ്ടും ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എന്ന്. അങ്ങനെ ഞങ്ങൾ റെഡിയായി. ഞാനും അമ്മയും പിന്നെ താഴത്തെ വീട്ടിലത്തെ ആൻറ്റിയും കൂടി നേരെ അമ്പലത്തിലോട്ട് വിട്ടു. അങ്ങനെ അമ്പലത്തിലെത്തിയപ്പോഴാണ് അവിടുത്തെ ഈ അവസ്ഥ കണ്ടത്. അവിടെ ഏറ്റവും വലിയ ക്യൂ. ഞങ്ങൾ ശരിക്കും 8 മണിക്കാണ് അമ്പലത്തിൽ എത്തിയത് തന്നെ. അപ്പോൾ ഇനിയും ഞങ്ങൾ ഈ അമ്പലത്തിൽ ഇത്രയും വലിയ ക്യൂവിൻ്റെ ബാക്കിൽ പോയി നിന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വീട്ടിലെത്താൻ ഒത്തിരി സമയം എടുക്കുന്നുണ്ട്. ഞങ്ങൾ നേരെ വേറെ അമ്പലത്തിലോട്ട് പോയി. അങ്ങനെ ആ അമ്പലത്തിലെത്തിയപ്പോൾ അവിടെ ഇതിനെയും കാട്ടി തിരക്ക്, ഏറ്റവും വലിയ ക്യൂ ആയിരുന്നു. ഇവിടെ ഞങ്ങൾക്ക് പറ്റത്തില്ല. ഓക്കെ, അറ്റ്ലീസ്റ്റ് പൈസ കൊടുത്ത് വേഗമെങ്കിലും കയറാലോ എന്ന് വിചാരിച്ചപ്പോൾ അവിടെ ആകെ 2 പേരെ കയറ്റത്തുള്ളൂ. എന്ന് വെച്ചാൽ 2 പേർക്ക് 500 റുപ്പീസ് കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അതും ക്യാൻസൽ ചെയ്ത് ഞങ്ങൾ നേരെ വീടിൻ്റെ അടുത്തുള്ള വേറെ അമ്പലത്തിലോട്ട് പോയി. അങ്ങനെ അവിടെ ചെന്നപ്പോൾ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വീടിൻ്റെ അടുത്തായതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ആ ക്യൂവിൽ തന്നെ നിന്നു. ചില ആൾക്കാർ ക്യൂ കണ്ടിട്ട് അങ്ങനെ വീട്ടിലോട്ട് തിരിച്ചു പോകുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ക്യൂവിൽ നിന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഈ ഇളനീര് കണ്ടത്. പിന്നെ ഞാൻ എൻ്റെ അമ്മേനോട് ചോദിച്ചു, ഈ ഇളനീര് എന്തിനാണെന്ന്. അപ്പം അമ്മയാണ് പറഞ്ഞത് ദൈവത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇളനീര് വെച്ചേക്കാന്ന് പറഞ്ഞു. അങ്ങനെ കുറേ നേരം നിന്ന് ക്യൂവിൽ അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കയറി ദൈവത്തിനെ കണ്ട് പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് പ്രസാദം കിട്ടി. അങ്ങനെ ഞങ്ങൾ 3 പേരും പ്രസാദവും കഴിച്ച് ചെറിയ ഫോട്ടോസൊക്കെ എടുത്ത് എന്നിട്ട് ഞങ്ങൾ നേരെ ഇറങ്ങി വീട്ടിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ അവിടെ ഒരു ശാന്തമായ ഒരു അമ്പലം കണ്ടു. ഇവിടെ ആണെങ്കിൽ തിരക്കൊന്നുമില്ല, ആൾക്കാരും കുറവായിരുന്നു. അങ്ങനെ നമ്മൾ ഈ അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ കയറി. വിഗ്രഹം ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഈ അമ്പലത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്പലത്തിൻ്റെ ഉള്ളിൽ ഒരു മരം ഉണ്ടായിരുന്നു, പിന്നെ ശിവലിംഗം ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ ഒരു പുറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പുറ്റിനടുപ്പിച്ചാണ് ഇവർ ശിവലിംഗത്തിനെ വെച്ചേക്കുന്നത്. മരത്തിനടുപ്പിച്ച് പുറ്റും ഉണ്ടായിരുന്നു, ശിവലിംഗത്തിനെയും വെച്ചായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പ്രസാദം തന്ന് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് ഇറങ്ങി. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ.